സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്ന ഒരു കാർഡാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്. മൂന്നാമത്തെ കാർഡ് എന്താണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്ത് ബ്ലെസ്സിങ് ആണ് താങ്കൾക്ക് കിട്ടുന്നത് എന്നുകൂടി ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ എനർജി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ വേഗതയുടെ എനർജിയാണെന്ന്. നൈറ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഉള്ളൊരു വ്യക്തിയാണ്, ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ആക്ഷൻ്റെതാണ്. സോഡ് എന്ന് പറയുന്ന ചിന്തയുടേതാണ്. നമുക്കറിയാം ഒരാൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെ പിന്തുടരാൻ വളരെ വേഗത്തിൽ പോകുന്നൊരു കാർഡാണ്. അപ്പോൾ താങ്കൾക്ക് ഇന്ന് താങ്കളിലേക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് ചടുലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു എനർജിയാണ് വരുന്നത്. ഇന്ന് ചില കാര്യങ്ങൾ താങ്കൾ വിചാരിച്ചാൽ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഊർജ്ജമാണ്. അപ്പോൾ എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് താങ്കൾക്ക് യൂണിവേഴ്സ് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനം വരിക കൊടുക്കുക എന്ന് പറയുന്നൊരു കാർഡാണ്. സൈക്ലിംഗ് എന്ന് പറയും. അതായത് ഇന്നത്തെ ദിവസം സാധാരണഗതിയിൽ താങ്കൾക്ക് ധനം വരാനും താങ്കൾ ചിലവാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ആ ഒരു ഇതിലേക്ക് റിസീവ് ചെയ്യുക. ഗൈഡൻസ് എന്ന് പറയുന്നത് ചിലവാക്കുമ്പോൾ നോക്കി ചിലവാക്കുക, ആവശ്യത്തിന് ചിലവാക്കുക, സൂക്ഷിച്ച് ചിലവാക്കുക എന്നുള്ളൊരു കാർഡാണ്. എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. ഫൂൾ എന്ന് പറയുന്ന പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയറിയാൻ പറ്റും വളരെ ഒരു എനർജിയുള്ള ഡേ ആണ്. പുതിയൊരു ഇതിലേക്ക് നമ്മൾ ഓടുന്നു, ധനം വരുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അതേപോലെ പുതിയൊരു തുടക്കത്തിലേക്ക്, അതായത് ഒരു ഫ്രഷ് ആയിട്ടുള്ള തുടക്കത്തിലേക്കാണ്. എന്ത് ബ്ലെസ്സിങ് ആണ് താങ്കൾക്ക് ഇന്ന് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വിൻറ്റർ എന്ന് പറയുന്ന കാർഡാണ്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്നാണ്. അതായത് സ്വന്തം ആവശ്യങ്ങൾ മറന്നു പോകരുതെന്നുള്ളതാണ്. അപ്പോൾ മറ്റു പലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾ മറക്കരുത്. അപ്പോൾ താങ്കൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആനിമൽ എനർജിയാണ്. അതായത് താങ്കളുടെ ആവശ്യം നടക്കട്ടെ എന്ന രീതിയിലുള്ള മെസ്സേജാണ്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വന്തം ആവശ്യത്തിൽ ഫോക്കസ് ചെയ്യൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. താങ്കളിലേക്ക് ഊർജ്ജം വരട്ടെ, താങ്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.